വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം കുറ്റ്യാടി മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ മേഖലയിലെല്ലാം വ്യാപകമായ UDFിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വില്യാപ്പള്ളിയിൽ ഒരു സ്ഫോടനം നടന്നുവെന്നും അത് CPM ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റ്യാടി മണ്ഡലത്തിൽ കലാപം അഴിച്ചുവിടാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലാണ് ആ പ്രചരണങ്ങളെല്ലാം നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ UDYFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും വില്യാപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്നതായി സോഷ്യൽ മീഡിയ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തെറ്റായ ഒരു കാര്യത്തിൻ്റെ മുകളിൽ പ്രദേശത്ത് അസ്വസ്ഥത സൃഷ്ടിക്കാനും വലിയ തോതിൽ ഒരു സംഘർഷത്തിലേക്ക് നാടിനെ നയിക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഈ പ്രചരണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗത്തുള്ളത് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വില്യാപ്പള്ളി മേഖല എന്ന നിലക്ക് അതിൻ്റെ ഭാരവാഹികൾ എന്ന നിലക്ക് ബന്ധപ്പെട്ട ആളുകളോടും ബഹുജനങ്ങൾക്ക് മുമ്പാകെയും സൂചിപ്പിക്കാനുള്ളത്. നിസ്സാരമായ ഒരു സന്ദർഭത്തെയും സാഹചര്യത്തെയും എങ്ങനെ രാഷ്ട്രീയമായി വിനിയോഗിക്കാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണവും അതോടൊപ്പം തന്നെ വലിയ തോതിൽ തെറ്റായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ വഴിതിരിച്ചു വിടാനുള്ള ബോധപൂർവമായ പരിശ്രമവും നടക്കുന്നത്. ഇവിടെ കൊറ്റ്യാമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു 17കാരനായ ഒരു കുട്ടി അവിടെ ഓലപ്പടക്കം നേരത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പൊട്ടിയ ഒരു ഓലപ്പടക്കം, പൊട്ടാത്ത 1-2 ഓലപ്പടക്കം വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ ഒരു കൗതുകത്തിൻ്റെ ഭാഗമായത് പൊട്ടിച്ചതിൽ അബദ്ധത്തിൽ പറ്റിയ അപകടം, കൈക്ക് പരിക്ക് പറ്റുകയും അങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ചെറുപ്പക്കാരെന്ന നിലക്കും +2 വിദ്യാർത്ഥിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 17 വയസ്സാണ്. പ്രായപൂർത്തി പോലും ആവാത്തൊരു ചെറിയ കുട്ടി. ആ കുട്ടിയുടെ പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ തോന്നിയ അശ്രദ്ധമായ കൈകാര്യം ചെയ്യൽ, ഒരു പടക്കം പൊട്ടിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അബദ്ധം, കൈ പൊട്ടുന്ന കൈ മുറിയുന്ന കൈക്ക് പരിക്ക് പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തെയാണ് തെറ്റായി വ്യാപകമായി CPMൻ്റെ അക്രമത്തിനുള്ള കോപ്പുകൂട്ടലാണെന്നുള്ള വ്യാഖ്യാനം നടത്തി കുറ്റ്യാടി മണ്ഡലത്തിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള പരിശ്രമം UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. നേരത്തെ നടന്ന ചില പ്രവർത്തനങ്ങളെ എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് തികച്ചും വ്യക്തിപരവും ഒരു പ്രാദേശികവുമായി മനസ്സിലാക്കപ്പെടാവുന്ന ഒരു കാര്യത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുരുദ്ദേശപരമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ UDFിൻ്റെ ഭാഗത്തു നിന്ന് വന്നു ചേർന്നിട്ടുള്ള നടപടിക്രമങ്ങളെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും 17 വയസ്സുകാരനായ ഒരു കുട്ടി ഈ കാര്യത്തിൽ അവന് പറ്റിയുള്ള അബദ്ധവും തെറ്റും തിരുത്തി ശരിയാവണ്ണം മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് പകരം ഭാവിയിൽ അവരുടെ ഭാവി പോലും അപകടപ്പെടുത്താവുന്ന വിധത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്തി തീർത്ത് ആ കുട്ടിയുടെ ഭാവിയെ പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ UDFിൻ്റെ ഈ തെറ്റായ സന്ദേശം നൽകുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് ഞങ്ങൾക്ക് LDF നിലക്ക് വില്യാപ്പള്ളിയിലെ പ്രവർത്തകന്മാർ നിലക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ UDFിൻ്റെ നേതൃത്വം ഈ വിഷയത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് അതിൽ നിന്നും പിൻവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് UDF നേതൃത്വം പിൻവാങ്ങണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ കാര്യത്തിലൂടെ സമൂഹത്തിനകത്ത് തെറ്റായ സന്ദേശം കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, പരസ്പര സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു വഴിമരുന്നിടലായും അത് മാറും എന്നുള്ളതിനുള്ള തോന്നലാണ് അവരുടെ പ്രകോപനപരമായ ഇടപെടൽ. ഇന്നിപ്പം മനസ്സിലാക്കുന്നത് വില്യാപ്പള്ളി ടൗണിൽ UDYFിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. നടന്നില്ലയോ എന്നറിയില്ല. അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ചെറിയ കാര്യത്തെ, അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ശരിയാവണ്ണം വസ്തുതാപരമായി അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് ആ വഴിക്ക് നടക്കണമെന്ന് തന്നെയാണ് LDFിൻ്റെ അഭിപ്രായം. യാതൊരു സംശയവും കാര്യമില്ല. നിയമപരമായി എന്തെങ്കിലും പരിശോധിച്ച് കൃത്യത വരുത്താനുണ്ടെങ്കിൽ അന്വേഷിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിൽ LDFിന് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും അക്കാര്യത്തിലില്ല. എന്നാൽ നടന്ന സംഭവത്തിൻ്റെ വസ്തുത മനസ്സിലാക്കിയ സ്ഥിതിക്ക് വളരെ നിസ്സാരമായി ഒരുപക്ഷെ ഒരു കുട്ടിക്ക് പറ്റിയ ഒരു അബദ്ധത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് UDFിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കണം. ഇന്നലെ വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടിയാണ്
വില്യാപ്പള്ളിയിലെ കൊറ്റിയാമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് 17 വയസ്സുള്ള ഈ വിദ്യാർത്ഥി പടക്കം പൊട്ടി അപകടം സംഭവിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു അപകടമുണ്ടായപ്പോൾ ആ പ്രദേശവാസികളെല്ലാം ഓടിയെത്തുകയും പ്രാഥമികപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അതിന് ആവശ്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നു വരിക. ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവരെല്ലാ റിപ്പോർട്ടുകളും ശേഖരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വന്ന എല്ലാ അധികാരികൾക്കും അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് ഒരു കൗതുകത്തിൻ്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഇത് എന്ന് ആ നാട്ടിലും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ UDF ചെയ്ത ഒരു സംഭവം എന്താണ് എന്ന് വെച്ചാൽ, കുറ്റ്യാടി മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് UDF തിരിച്ചറിയുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൽ വെപ്രാളം പൂണ്ട് ഈ നാടിനകത്ത് ബോധപൂർവം കലാപമുണ്ടാക്കാനുള്ള അവസരമായി ഇത്തരം സംഭവങ്ങളെ എടുക്കാൻ വേണ്ടിയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. വില്യാപ്പള്ളിയിലെ കൊറ്റിയാമ്പള്ളി പ്രദേശത്ത് താമസിക്കുന്ന ഏതൊരാളോടും ചോദിച്ചാൽ ഈ കുട്ടികളെ ഈ 17 വയസ്സുള്ള ഈ അപകടം സംഭവിച്ചിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിലുള്ള ഇടപെടലുകളോ എന്തെങ്കിലുമുള്ള ഒരു കുട്ടിയാണോ എന്ന് പരിശോധിച്ചാൽ വളരെ പാവമായി എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരു കുട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും അതിൽ മറ്റു വ്യത്യസ്തമായൊരു അഭിപ്രായമില്ല. വേറെ ഏതെങ്കിലും തരത്തിലൊരു കലഹമുണ്ടാക്കുകയോ മറ്റെന്തെങ്കിലും പരിപാടിക്ക് പോവുകയോ ഒന്നും ചെയ്യുന്ന കുട്ടിയല്ല. വളരെ സമാധാനപരമായി വീട്ടിൽ ഒരു ജ്യേഷ്ഠനും അനുജനും എപ്പോൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുക. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിനകത്ത് അപ്രതീക്ഷിതമായി ഈ കുട്ടിക്കൊരു അപകടം സംഭവിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്തുന്നു എന്ന് മാത്രമല്ല, UDF എന്ന് പറയുന്ന സംവിധാനം സമൂഹത്തിനകത്ത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ഞങ്ങൾ ചോദിക്കുക. ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു ക്രിമിനലായി ചിത്രീകരിക്കുന്ന നിലയിലേക്ക് 1-2 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായി തകർക്കുന്ന നിലയിലുള്ള UDFൻ്റെ ഈ ശ്രമം വിലപ്പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് UDF കനത്ത വില നൽകേണ്ടി വരും. ആ പ്രദേശത്ത് UDF പറയണം, ആ പ്രദേശത്ത് വീട് കയറി ഏതെങ്കിലും ഒരാൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെയൊരു രീതിയുള്ളവരാണ് അല്ലെങ്കിൽ ഈ സംഭവത്തിന് CPMനോ ഇടതുപക്ഷത്തിനോ പങ്കുണ്ട് എന്നെല്ലാം ഇന്ന് വ്യാഖ്യാനിക്കുന്ന അതിന് പുതിയ മാനം കണ്ടെത്തുന്ന UDF വളരെ കൃത്യമായി തന്നെ അത് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ലളിതവൽക്കരിച്ച് ഇത്തരം കാര്യങ്ങളെ ആകെ കൊണ്ടുപോകാമെന്ന് UDF ധരിക്കേണ്ടതില്ല. ഞങ്ങൾ ജനങ്ങളോട് പറയും, ഞങ്ങളിതിനെ വേറെ രീതിയിൽ നേരിടാനും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഈ പ്രദേശത്തെ കുടുംബത്തെ സംബന്ധിച്ചും ഈ കുട്ടിയെ സംബന്ധിച്ചുമെല്ലാം ആ പ്രദേശത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിഷയം ബഹുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും, യാതൊരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവർ ഉന്നയിച്ച രീതിയിലുണ്ടെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നില്ല. വില്യാപ്പള്ളിയുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു കാലത്തും കലാപങ്ങളെയോ അക്രമങ്ങളെയോ മറ്റു തരത്തിലുള്ള ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDFൻ്റെ ഭാഗത്ത് തന്നെയാണ് വില്യാപ്പള്ളിയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ അത്രയും ആളുകൾ പറയുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ വില്യാപ്പള്ളി മേഖലയിലെ 7ാം ബൂത്ത് കമ്മിറ്റിയുടെ കൺവെൻഷൻ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് നടക്കുന്നുണ്ട്. രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ കൺവെൻഷനുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ബഹളം കേട്ടിട്ട് ഇവരൊക്കെ അവിടെ എത്തിച്ചേരുന്നത്. സ്വാഭാവികമായും യാദൃശികമായ ഒരു സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 12 മണിവരെ UDFുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോടൊക്കെ സംസാരിച്ചിരിക്കും. ഇപ്പോൾ പാവായിപ്പോയി, ആ കുട്ടി ചെറിയ കുട്ടിയല്ലേ, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് നമ്മളൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടിയാണ്, അബദ്ധത്തെ പറ്റിയാണ്. 1 മണി 1:30 മണിക്ക് ശേഷമാണ് ഈ സംഭവം വേറൊരു വിധത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെയും മറ്റും ഈ കാര്യം കാണുമ്പോൾ അതുവരെ നമ്മളെപ്പോലുള്ള ആളുകളോട് പാവമായി പോയി, കുട്ടിയുടെ കൈ പോയി, പ്രശ്നം എന്നെല്ലാം പറഞ്ഞ ആളുകൾ എവിടുന്നോ നടന്നൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം ഇത് വേറൊരു വിധത്തിലേക്ക് വഴിതിരിച്ച് വിടുന്നത്. നമുക്കതിലത് വലിയ സംശയമുണ്ട്. കാരണം രാവിലെ ഉച്ചയ്ക്ക് 1 മണി വരെ ഇല്ലാത്തൊരു സംഭവം അതിനുശേഷം എവിടെയോ വെച്ച് നടന്ന ഒരു ഗൂഢാലോചന ഭാഗമായിട്ടാണ് വീണ്ടും ഈ സംഭവത്തിലേക്ക് ഈ രീതിയിലേക്ക് വന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരു കൺവെൻഷൻ നടക്കുന്നതിന് തൊട്ടടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്.
കുട്ടി കളിക്കുന്നിടത്ത് എന്തോ സംഭവിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഈ കേടായ പടക്കം കൊണ്ടുവന്ന് അത് കഴിച്ച് എന്തോ ചെയ്താണ്, അതാണ് സംഭവിച്ചത്. ഇക്കാര്യത്തിൽ പറയാനുള്ള അത് മാത്രമാണ്. ഇതൊരു പിന്നെ ബോംബുണ്ടാക്കി ഇല്ലെങ്കിൽ ആ വേറെ വിധത്തിൽ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുകയാണ്. നേരത്തെ PC സുരേഷും കൃഷ്ണദാസ് പറഞ്ഞ പോലെ കൊറ്റിയാമ്പള്ളി പോലുള്ള പ്രദേശത്ത് ഒരു അനിഷ്ട സംഭവം നടക്കാത്ത പ്രദേശമാണ്. ആ പ്രദേശത്ത് ഈ കുട്ടികളെക്കുറിച്ചോ ഇല്ലെങ്കിൽ ഈ വീടിനെക്കുറിച്ചോ ആരന്വേഷിച്ചാലും ഇത്തരം രീതിയിലുള്ള ഒരു കാര്യവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ കുട്ടി പോലും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു കുട്ടി ഒന്നുമല്ല. അത് മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ. ആസ്പത്രിയിൽ അവിടുന്ന് ആരെല്ലാം കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതാപരമായിട്ട് അറിയില്ല. വീട്ടുകാരും ബന്ധപ്പെട്ടവരായിരിക്കുമല്ലോ. അപ്പോൾ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞില്ലയോ എന്നുള്ളത് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാലേ നമുക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങനെ ഒരു മറച്ചു വെക്കേണ്ട ഒരു കേസ് ഇതിൻ്റെ അകത്തില്ല. സത്യത്തിൽ പടക്കം പൊട്ടി കൈ പൊട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ബോധ്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കൈ വിരലിൻ്റെ എന്താ സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിന് വേറൊരു അപകടം പറ്റിയില്ല. എന്തായാലും ഒരു ബോംബ് ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണ് സംഭവിക്കുക? ആ സംഭവം ചെറിയൊരു 16 വയസ്സുള്ള നാളെ 5-ാം തീയതി അല്പം തിങ്കളാഴ്ച പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ് +2-ൻ്റെ. ആ വിദ്യാർത്ഥി കുറേ സമയം പൊട്ടിക്കുന്നു. ലാസ്റ്റ് പൊട്ടൽ വലിയൊരു പൊട്ടലാണ്. ഞങ്ങൾ അതിൻ്റെ അടുത്ത വീട്ടുകളിൽ ഒരു കൺവെൻഷൻ നടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയത്. അപ്പോൾ ഇത്രയും നീചമായ എന്നോട് ഇപ്പം UDF-ൻ്റെ പല നേതാക്കന്മാരും ചോദിച്ചു അതെങ്ങനെയാണ് പൊട്ടിയത് എന്നുള്ള ഒരു പരിഹാസ രീതിയിൽ ചോദിച്ച് 12 മണിക്ക് ശേഷം നമ്മുടെ പാറക്കൽ അബ്ദുള്ള വില്യാപ്പള്ളി ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ കൃത്രിമമായ പരിപാടി നടപ്പിലാക്കിയത്. അത് പോലീസ് അന്വേഷിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തട്ടെ, ജനങ്ങളോട് പറയട്ടെ. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് അവിടെയുള്ള എല്ലാ UDF-ൻ്റെ നേതാക്കന്മാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. ഇനി പത്രക്കാരെന്നൊക്കെ നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവിടെ ഒന്ന് ഈ വിഷയം ഏതെങ്കിലും UDF-കാരെ അറിയുന്ന അടുത്തുള്ള ആളുകളോട് നിങ്ങൾ അന്വേഷിക്കുക എന്താണ് നടന്നതെന്നുള്ളത്. രാഷ്ട്രീയ മാനം കൊടുക്കുക എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം അതിൻ്റെ അകത്ത് പറയാനുള്ളൂ. ഏത് വിഷയത്തിനെ നമുക്ക് രാഷ്ട്രീയമായി വിനിയോഗിക്കാം. പക്ഷേ ഇത്ര നീചമായ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു കുട്ടിയാണല്ലോ, ഒരു ഭാവി എന്നുള്ളത് 17 വയസ്സിലുള്ള ചെറുപ്പക്കാരനെ പറ്റിയൊരു അബദ്ധത്തെ ഒരു ബോംബ് നിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിച്ചു. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്, തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി കലാപഴിച്ചു വിടുകയാണെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടീൻ്റെ ഭാവിയാണ് വിനിയോഗിക്കുന്നത്. അത് UDF പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ നടന്ന 1-2 വിഷയങ്ങളിൽ പോസ്റ്റർ നശിപ്പിച്ചു, അല്ലെങ്കിൽ നേരത്തെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ വീട് ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തയെ ചേർത്ത് പിടിച്ച് കുറ്റ്യാടി മണ്ഡലത്തിൽ ഒരു കുഴപ്പം ഉണ്ടാക്കി അതിൻ്റെ പിന്നിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഉറപ്പുവരുത്താമെന്നുള്ള ശ്രമമായിരിക്കാം. അതൊന്നും ആ അർത്ഥത്തിൽ നടക്കട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം നിലക്ക് ഒരു തർക്കവും കാര്യത്തിലില്ല. നിയമപരമായി എന്തെങ്കിലും കുറ്റവും കാര്യങ്ങൾ കണ്ടെത്തുന്നതാണെങ്കിൽ ഒരു അഭിപ്രായത്തിൽ, പക്ഷേ അങ്ങനെ ഇല്ല എന്ന് 100% വിശ്വാസമുള്ളതും അറിഞ്ഞതുകൊണ്ടാണ് ഈ കാര്യത്തിൽ UDF-ൻ്റെ നിലപാട് ശരിയല്ല. അതൊരു അനാവശ്യമായും തെറ്റായും സമൂഹത്തിന് നൽകുന്ന സന്ദേശമായി ഇത് മാറുകയും അപകടകരമായ സന്ദേശം നാട്ടിൽ കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തിരുത്തണം, അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ശക്തമായിട്ട് തന്നെ പറയാനുള്ളത്. അല്ല, സംശയിക്കുന്നുണ്ടെങ്കിലും അന്വേഷിച്ച് വസ്തുതാപരമായിട്ടേ സംശയിക്കാവൂ. സംശയം മാത്രമല്ല, ഈ കാര്യത്തിൽ ഈ കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് നാട്ടുകാരെക്കുറിച്ച് ആ പ്രദേശത്തെക്കുറിച്ച് അറിയാത്തവരല്ല വില്യാപ്പള്ളിയിലെ നേതാക്കന്മാർ, UDF-ൻ്റെ നേതാക്കന്മാർ. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ബോർഡ് കത്തിച്ചിട്ടുണ്ട്. അവിടെ നേതാവിന്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അല്ല, അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ തുടർച്ച എന്നോണം ഈ വ്യാഖ്യാനിക്കാൻ വളരെ ബോധപൂർവമായി UDF ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ഭാവിയെയും കൂടി വിനിയോഗിച്ചുകൊണ്ട് തെറ്റായി സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമായി അപകടകരമായ തീരുമാനമായിട്ടാണ് ഇത്തരം നടപടിക്രമങ്ങൾ മാറുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അവരുന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് വേറെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, ആദ്യം പോയ ആശുപത്രിയുടെ മാനേജ്മെൻറ്റിലെ പ്രബലനായ ഒരു കക്ഷി, അത് ഇടതുപക്ഷമായിട്ട് ബന്ധമുള്ള ഒരാളാണ് പോലീസിൽ വിളിച്ച് പറയേണ്ടതെന്നുള്ളത് ഹോസ്പിറ്റലിൽ പറഞ്ഞതെന്നുള്ളൊരു ആരോപണം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് അധികാരികൾ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ മനസ്സിലാക്കാമല്ലോ. അതിലെന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയത്തെ എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ശരിയാണ്, മാന്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാം. പക്ഷേ ഏറ്റവും എന്താ പറയുക താണ രീതിയിൽ ഒരിക്കലും നിരക്കാത്ത കാര്യത്തെ രാഷ്ട്രീയ കാര്യത്തിൽ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോണ്ടാകുന്ന അപകടം ഭാവിയും ഉണ്ടല്ലോ.
ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കൽ മാത്രമല്ലല്ലോ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തായിരിക്കണം? ഒരു ബോംബ് ആക്രമണം നടന്നു അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം നടന്നു എന്ന് പറയുന്നതിനുള്ള പ്രത്യേക സാഹചര്യം ഈ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിനെ വളരെ കൃത്യമായി ഞങ്ങളിതിൽ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയും കൂടിയുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി കിട്ടാവുന്ന ഏത് വിഷയത്തെയും വളരെ എന്താ പറയുക സാധാരണഗതിയിൽ തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ നിസ്സാരമായി കാണേണ്ട കാര്യത്തെ പോലും വലിയ വിഷയമാക്കി കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. അത് തെറ്റായ വ്യാഖ്യാനം കൊടുക്കുന്നതിനാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് പോലീസിന് അന്വേഷിച്ച് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. LDFന് അതിൽ തടസ്സമില്ല. പക്ഷെ ഇത് ശരിയായ നടപടിയല്ല എന്നുള്ള അഭിപ്രായം. സാധാരണ വീടല്ലേ, ഏത് മനുഷ്യനും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സാധാരണ കുടുംബം അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ ഇത് പൊട്ടിയത്, വേറെ കൊണ്ടുപോയിട്ടൊന്നുമല്ലല്ലോ. അവര് ജോലിക്ക് അമ്പലത്തിലെ ഉത്സവത്തിന് പൊട്ടാതെ പോയിട്ടുള്ള പടക്കം കൊണ്ടുപോയി വീണ്ടും പൊട്ടിച്ചു എന്നുള്ളതാണ്. ആ പ്രായത്തിലുള്ള ഒരു കൗതുകത്തിൻ്റെ ഭാഗമായി അവനും അവൻ്റെ ഇളയ അനുജനും ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയും അവരവിടെ ഉണ്ടായിരുന്നു. അവൻ താഴെ ഇറങ്ങി പോകുമ്പോഴാണ് ഈ പൊട്ടൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് അവരല്ലാത്ത ഒരാളും അവിടെ ഇല്ല. ഈ കുട്ടികൾ മാത്രം, ഈ രണ്ടുപേരല്ലാത്ത വേറെ ആരും അവിടെ ഈ സംഗതിയായിട്ട് ബന്ധപ്പെട്ട് പൊട്ടിക്കാനൊന്നുമില്ല. അല്ല, ഇന്നലെ വൈകുന്നേരം 5-5:30 നടന്ന ഒരു സംഭവം, ഈ പടകം പൊട്ടി കൈ മുറിഞ്ഞു എന്നതപ്പുറത്തേക്ക് ഈ പടകം പൊട്ടി കൈ മുറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അതിനൊരു വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട, നാട്ടിറക്കങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. വസ്തുത അതാണല്ലോ. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു, മെഡിക്കൽ കോളേജിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാതിരിക്കാമല്ലോ. മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആസനമല്ലേ നടത്തുക. അത് നടത്തിയില്ലല്ലോ. യഥാർത്ഥ വഴിയിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഒരു തെറ്റായ കീഴ്വഴക്കവും സൃഷ്ടിച്ചിട്ടില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ വസ്തുതാപരമായിട്ടാണ് കാര്യം. അതിൽ കുറ്റകരമായ എന്തെങ്കിലും കുട്ടിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അത് നിയമപരമായി പരിശോധിക്കേണ്ട കാര്യം. ചെയ്യാൻ എന്തെങ്കിലും കുറ്റങ്ങളോട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യം പടക്കം എടുത്ത് പൊട്ടിച്ചു എന്നുള്ളതാണ്. അത് പൊട്ടിയപ്പോൾ കയ്യിൽ വെച്ച് പൊട്ടിയപ്പോൾ കൈ പൊട്ടിയിട്ടുണ്ട്. അത് വസ്തുതയാണ്. ഇടതുപക്ഷത്തിൻ്റെ ആരെങ്കിലും ഇടപെട്ടു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ശരിയായ വാദഗതിയല്ല. അങ്ങനെ ഒരാളും ഈ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടില്ല. ഈ വിഷയത്തെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ തെറ്റായ ഒരു സംഗതിയായി കണ്ടിട്ട് പോലുമില്ല. മാഷിപ്പ് അത് പറഞ്ഞു. അങ്ങനെ ഒളിച്ചു വെച്ച് ഈ സംഭവം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലല്ലോ. MJ ആശാലാണല്ലോ ആദ്യം. അല്ല, MJ എല്ലാം കൊണ്ട് അല്ല, പിന്നീട് നമ്മൾ കൊണ്ടുപോകുന്നത് എവിടെയാ? മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരം പോയല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അന്വേഷണമൊക്കെ വന്നല്ലോ. അല്ലാതെ ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ ആശ്രയിക്കാതെ സ്വകാര്യ മാനേജ്മെന്റിനെ സ്വാധീനിച്ച് ഇതിനെ ഒളിച്ചു വെക്കുന്നത് അവർക്ക് ബോധ്യമാണ്. ഡോക്ടർക്ക് സ്വാഭാവികമാണ് അവിടെ നടന്നൊരു സംഭവം ഡോക്ടർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു പ്രദേശം അങ്ങനെ തന്നെയാണ് വരുന്നത് കുട്ടീനെ എടുത്ത്. അങ്ങനെ വരുമ്പോൾ അതിൽ രാഷ്ട്രീയം ഇല്ല, ജാതി ഇല്ല, മതമില്ല. അങ്ങനെ വരുമ്പോൾ ആ നിലയിലാണ് ഡോക്ടറെ അതിനെ അഡ്മിറ്റ് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഡോക്ടറെ പ്രതിയാക്കണം വേറെ രീതിയിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പോയി അതിൻ്റെ ഒരു ഭീഷണി പോലും നിങ്ങളെന്താ കേസ് കൊടുക്കാതിരുന്നതൊക്കെ UDF ചോദിച്ചു എന്നൊക്കെ പിന്നീട് പറയുന്നത് കേൾക്കും. നിങ്ങളെന്താ പരാതി കൃത്യമായിട്ട് ഹാജരാക്കുക. അപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം UDF ഉച്ചയ്ക്ക് ശേഷം നടത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് ആളുകൾ മനസ്സിലാക്കും, ജനങ്ങൾ തിരിച്ചറിയുന്നതിനാണ്. നിങ്ങൾ വസ്തുതാപരമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക. 3 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. 3 ദിവസം മുമ്പേ ഈ മലാർക്കൽ ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച പോസ്റ്റർ കംപ്ലീറ്റ് പറിച്ചു. നമ്മൾ ഒട്ടിച്ച് ആളുകൾ പുറത്തു പോയപ്പോൾ പറിച്ചു. അപ്പോൾ ആളുകൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് കുട്ടികളവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പറഞ്ഞു ഞങ്ങളെ കുട്ടികൾ ചെയ്തതാണ്. കുഞ്ഞമ്മ തൊട്ടി മാഷ പോസ്റ്റർ നിങ്ങൾ കൊണ്ടുതന്നേക്ക് ഞാളെ ഒട്ടിക്കാം. ഞാളെ ഒട്ടിച്ചേരാൻ ഞാളത്ത് വന്ന് കുട്ടികൾ ചെയ്തത് തെറ്റാണ്. നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് അത് ബോധ്യം വന്നാൽ മതി. ഞാളൊരു പ്രതിഷേധ പ്രകടനം പോലും അവിടെ നടത്തിയില്ല. നിങ്ങൾ ഒട്ടിക്കണ്ട, ഞാൾ തന്നെ വീണ്ടും ഒട്ടിച്ചോളൂ. അത്രയും സമാധാനത്തിന് വേണ്ടി കാക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കുള്ളാണ് ഇടതുപക്ഷ ജനാധിപത്യം. നമുക്കെന്താ ഒരു ചാൻസ് കിട്ടിയല്ല പ്രകടനം നടത്താം, പ്രതിഷേധ പ്രകടനം. നമ്മളൊന്നും ചെയ്തില്ല. ലീഗിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞ് കുട്ടികൾ ചെയ്ത തെറ്റാണ്, ഞങ്ങൾ കൊണ്ടുതന്ന് ഞങ്ങൾ ഒട്ടിക്കാം. ഇപ്പോൾ അവർ ഇതൊരു മുതലെടുപ്പിനുള്ള ഭാഗമാക്കി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് പറഞ്ഞല്ലോ നേരത്തെ, അതൊരു രാവിലെ വരെ ഇല്ലാത്ത, ഇന്ന് ഉച്ച വരെ ഇല്ലാത്ത ഒരു വിഷയത്തിന് ഉച്ചയ്ക്ക് ശേഷം വാട്സപ്പ് പ്രചരണങ്ങളിലൂടെ, സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിലൂടെ ഒരു കലാപത്തിനുള്ള ഒരു കോപ്പ് കൂട്ടുന്ന നടപടിക്രമമായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലേക്ക് വരേണ്ടി വരുന്നത്. ഇല്ല, ഞങ്ങൾ വരേണ്ട കാര്യമില്ല. കാരണം അത് വളരെ സില്ലിയായി കൈകാര്യം ചെയ്ത് പോകാവുന്നൊരു വിഷയത്തിനെയാണ് രാഷ്ട്രീയ മാനം കൊടുത്തുകൊണ്ട് വഷളാക്കാൻ വേണ്ടി ശ്രമം UDF നടത്തുന്നത്.